കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെ ഉറങ്ങിയത്? ആ എന്താ ഇപ്പൊ എന്റെ മുത്തുമണി ഇതാ നീച്ചെന്ന് കുപ്പായിടണ എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ല പറഞ്ഞപ്പോൾ നീച്ച് വന്ന് ഞാൻ അടുത്തരമ്മാറിന് വന്ന നല്ല കുട്ടി, ഗുഡ് ബോയ് അല്ലേ? ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെ വർത്താനങ്ങൾക്ക് സുഖമല്ലേ? പിന്നെ ചൂടൊക്കെ എങ്ങനെ പോകുന്നത്? നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെയുണ്ട് ചൂട് എന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടാ. ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്. പിന്നെ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും ഉറങ്ങുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നേരെ വെളുത്ത്, പിന്നെ മദ്രസ ഒന്നുമില്ലല്ലോ, കുറച്ച് നേരം കൂടി ഇരുന്ന് മോന് ഉറങ്ങുകയാണ്, പൊന്നു ഉറങ്ങുകയാണ്. പൊന്നിന് മദ്രസ ഇല്ലല്ലോ. പൊന്നു മദ്രസ ഉണ്ടെങ്കിൽ 6 മണി 7 മണിക്ക് മുന്നേ ഓനെ വിളിച്ച് നീപ്പിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു മോർണിംഗിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നിങ്ങനെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഉറങ്ങുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒന്നും കൂടി കിടക്കും. പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് 8 മണി ആവാനായിട്ടാണ്. ചായം കടി ഉണ്ടാക്കാൻ പോയിട്ടില്ല. അപ്പോൾ ചായം കടി ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആക്കത്തിനുണ്ടാക്കിയാൽ മതിയല്ലോ. ബാവ രാമലത്ത് സുബൈക്ക് പോയിക്കണം. ബാവക്ക് ഇന്ന് ലോഡുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി ഈ ചൂട് കാരണം വല്ലാതെ ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്ന് മര്യാദക്ക് ഉറക്കം കിട്ടില്ല. പിന്നെ രാവിലെയാണ് അതിൻ്റെ ഉറക്കം ഇങ്ങനെ തൂങ്ങൽ. ഭയങ്കര ക്ഷീണം വരും രാവിലെ. എത്ര വട്ടാ രാത്രി ഉണരില്ല അറിയോ? എന്താ വെച്ചാൽ കണ്ടില്ല, ഈ ജനലൊക്കെ തുറന്നിട്ടാണ് കിടക്കുക. ഈ ജനൽ തുറന്നിടും. പിന്നെ ഇതാ ഡോറിൻ്റെ ജനലും തുറന്നു, റൂമിൻ്റെ ജനലും തുറന്നിടും. മക്കൾക്കൊക്കെ പേടി കേട്ടോ. ഇവർ അടച്ചിട്ട് അവിടെ മോന് ബെഡ് കിടക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ജനലൊക്കെ തുറന്നിടും. പിന്നെ നമുക്ക് സ്വർണ്ണം കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ കള്ളന്മാരെ ശല്യം നല്ല ഉണ്ട് പറഞ്ഞ് ജനലൊക്കെ തുറന്നിട്ട് കിടന്നിട്ട് പാദസരം ഊരി കൊണ്ടുപോയി. അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊന്നും കൊണ്ടുപോകാനുമില്ല. പിന്നെ നിലത്താണ് കിടക്കൽ, കണ്ടില്ലേ? നിലത്താണ് കിടക്കുക. മക്കൾ രണ്ടാളും ബെഡിലും കൊടുക്കും, ഞങ്ങൾ നിലത്തും കൊടുക്കും. ഫാനിൻ്റെ നേരെ താഴെ കിടക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അല്ലാത്തടത്തൊന്നും കാറ്റില്ല. പിന്നെ രാത്രി ഇൻവെർട്ടർ കൊണ്ട് നമ്മൾ കറണ്ടിനെ ഓഫാക്കും, മെയിൻ സ്വിച്ച് ഓഫാക്കും. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ കുറച്ച് ഒരു 3 മണി വരെയൊക്കെ ഇൻവെർട്ടറിൻ്റെ നല്ല വോൾട്ടേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുമല്ലോ. അതിന് ഇൻവെർട്ടറാണ്ട് ഓഫാക്കും, ഇൻവെർട്ടറാണ്ട് ഓണാക്കും. ഇത് കറണ്ട് ഓഫാക്കിയിട്ട് ഇൻവെർട്ടറുമാണ് ഫാൻ തിരിയൽ. അപ്പോൾ കുറച്ചൊക്കെ ഒരു കാറ്റുണ്ടാവും. ഇവന് ഈ ജനലൊക്കെ തുറന്നെടുക്കണോണ്ട് കുറച്ചൊക്കെ ഒരു ആവിയൊന്ന് പുറത്തേക്ക് പോയിട്ട്, മറ്റേത് അവിടെ എടുക്കാനേ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ രാവിലെ ഉറങ്ങിയിട്ട് അവൻ്റെ മുഖം ഒരു ചെറിയ ഇവിടെ ഇരുന്ന് ഉറങ്ങിയത്. നേരെ അടുക്കളയിൽ വന്നു, ചായക്ക് വെള്ളം വെച്ചു. ഈ പാത്രം നിറച്ച് വേണ്ട പകുതി മതി, എത്ര കുടിക്കുള്ളൂ. സുബീസ് കേച്ചിക്കാണ് ഇങ്ങനെ വന്നാണ് പിന്നെയൊന്നും ഇങ്ങനെ കിടന്ന്. അപ്പോൾ ഞാൻ ഇനി ചായ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പാത്രം ഇട്ടാ. അപ്പോൾ ചെറുപയർ ഇതാ ലേശം കുറച്ച് ആവശ്യമുള്ളൂ. എന്താ വെച്ചാൽ അത്രയും അവർ കൂട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാൻ ബാക്കിയായി ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും എടുത്ത് കാര്യം തന്നെ എന്താ ലേശം ഉണ്ടാക്കി പിന്നെ അത് മാത്രം കൂട്ടിയാൽ മതിയല്ല. ആദ്യം കഴുകുക, ചെറുപയർ കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്നും ഇടാതെ തന്നെ അങ്ങനെ വേവിച്ചിട്ടാണ്. പക്ഷേ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലല്ലോ, വെള്ളത്തിലിടാതെ വേവിക്കണോണ്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ വേവിച്ചെടുത്ത് വേവിക്കാൻ വെച്ച്. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓട്ടടക്കുള്ള ചായ ഇപ്പോൾ ഇങ്ങനെ തിളച്ചു. ചായയിൽ പൊടി ഇടട്ടാ. അപ്പോൾ എന്നും അധികം ദിവസവും കട്ടൻ ചായ തന്നെ. ഇന്നിപ്പോൾ പാലുണ്ടായതുകൊണ്ട് പാൽ ഒഴിക്കാനും വേണ്ടിയിട്ട് പാലിനുള്ള പൊടിയാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാര കുറച്ചേ ഇടുള്ളൂ, ഒരു 3 സ്പൂണൊക്കെ ഇടുള്ളൂ. എന്താ വെച്ചാൽ 3 സ്പൂൺ ഉണ്ടാവുള്ളൂ, 3 സ്പൂൺ നിറയെ ഉണ്ടാവുള്ളൂ, കുറച്ച് ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ അഥവാ ബാവ പെട്ടെന്ന് ചായക്കൊക്കെ വന്നാൽ മധുരം കുറവ്, ലൈറ്റായിട്ട് മധുരം ഇടുള്ളൂ. അത്ര ഒരു അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ട്, കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു മധുരം ഉണ്ടല്ലോ, അത്ര ഇടുള്ളൂ. പിന്നെ ഞാൻ അതിന് വേറെ മാറ്റിയിട്ട് വീണ്ടും കുട്ടികൾക്ക് മധുരം ഇടും. അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ച് ഓട്ടടക്ക് ഞാൻ അരച്ച് വെച്ചിന്. അരിയല്ല കേട്ടോ, പൊടിയാണ്. പൊടിയും തേങ്ങയും കൂടി അരച്ചിട്ട് പിന്നെ ഇതാ അടുപ്പത്ത് കുറച്ച് ചൂടുവെള്ളം വെക്കണം. അല്ല ഞാൻ അവിടെ അടുപ്പ് കത്തൂല. ഓട്ടടൊക്കെ ചുടണമെന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കണം. ഗ്യാസ് വെച്ച് ചുട്ടാലൊരു കിട്ടൂല, ഒരു പൊള്ളൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഒരു ഇത് എനിക്ക് അടുപ്പത്ത് വെച്ച് കാണുന്ന ഓട്ടട ചുട്ടാലൊരു എന്താണ് മനസ്സിക്കൊണ്ടൊരു ഇതാവുമല്ലോ, തൃപ്തിയാവുമല്ലോ. നന്നാവുകയൊക്കെ ചെയ്യും ഗ്യാസമ്മ. പക്ഷെ അതിനെക്കാട്ടിയും ബെസ്റ്റ് നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുകയാണ്.
പിന്നെ വിറകൊക്കെ കുറവാണ്. വിറക് എന്താ പറയുക, വിറക് ഇറക്കിയിട്ടില്ല. അധികം ഞാൻ ഗ്യാസുമ്മ തന്നെയല്ല ഉണ്ടാക്കില്ല. അപ്പോൾ പിന്നെ വിറക് ഇറക്കിയിട്ടില്ല. ഇവിടെ ഉള്ള നമ്മളെ തെങ്ങുമ്മത്തെ മടലും അതും ഇതൊക്കെ കൂടിയിട്ട് പിന്നെ ഇത് അത്രേ ഉള്ളൂ കേട്ടോ ചിക്കന്. പിന്നെ ഇപ്പോൾ കുട്ടിമോൻ നീച്ച് വരും. കുട്ടിമോൻ നീച്ച് വന്നാൽ ഓനക്ക് അതും കൂട്ടിയിട്ട് എളുപ്പം കടി കൊടുക്കും. അപ്പോൾ അത് ഓൻ ചായയൊക്കെ കുടിച്ച് ഓൻ എന്താ ഓൻ പോയി. ഓന് കോട്ടയ്ക്ക് ഒരു ഒരു എന്താ പറയുക, എന്താ ഒരു പേരൊന്നും എനിക്കറിയില്ല, ഫിൻമെൻറ്ററോ ഒരു അക്കാദമിയിൽ പഠിക്കുകയാണ്, അക്കൗണ്ടൻ്റ് ആയിക്കാണ്ട്. അപ്പം എൻ്റെ മുത്തുമണി ഇതാ നീച്ചെന്ന് കുപ്പായിടണം. എനിക്ക് വീഡിയോ എടുക്കാൻ ആളില്ല പറഞ്ഞപ്പോൾ നീച്ച് വന്ന് ഞാൻ എടുത്തരമ്മാറിന് വന്ന നല്ല കുട്ടി, ഗുഡ് ബോയ് അല്ലേ? നല്ല മുത്താണ് കേട്ടാ. ഹായ് ഹായ്. എന്തൊക്കെയുണ്ട്? ഉറങ്ങിയിട്ട് സ്വപ്നം കണ്ടീന്നാ? നല്ല അടിപൊളി സ്വപ്നം കണ്ടീന്നാ? ചെറുപയർ കറിക്കുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് എരിവിന് ഞാൻ ഇട്ടിക്കണത്. അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇരിക്കാണ്ട് ലേബനോ. യെസ്. അപ്പോൾ കടിയുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി ചെറുപയർ കറി ഉണ്ടാക്കട്ടാ. അപ്പോൾ ഉണ്ടാക്കണ ഇങ്ങനെ കണ്ടോളി. ഞാൻ ഉണ്ടാക്കണ അയക്കാണ്. ടേസ്റ്റിനൊന്നും അറിയില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കല്, എനിക്ക് ഇഷ്ടമാവലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കോളി. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടി? ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മുപ്പൊന്ന് പറഞ്ഞ കേട്ടില്ലേ? അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞ പോലെ ചെയ്യേണ്ടിയില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യേണ്ടിയിട്ട് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ചൂടായിനെ കുറച്ച് ചൂടാക്കി വെച്ചേന്ന്. അപ്പം നമുക്ക് കുറച്ച് ഉള്ളി തട്ടാം. കുറച്ചേ കറിക്ക് ആവശ്യമുള്ളൂ, ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. നമ്മൾ ചെറുപയർ ഇവിടെ നല്ല അടിപൊളിയായി വെച്ചിട്ടാ. അതിന് വെള്ളത്തിൽ ഇട്ടിട്ടൊന്നും ഇല്ല, കുറച്ചേരം തോന്നാൻ അടിച്ചു. ഇത് വാടലടങ്ങി. നേരെ എത്രയായി അറിയോ? 8:45. മുത്തോടെ നീറ്റ് ഫോണുമ്പോൾ കളിച്ചിട്ടുണ്ട്. കുട്ടിമോൻ സ്കൂൾക്ക് പോയി. മോന് നല്ല ഉറക്ക് അല്ലേ? എന്നാൽ മദ്രസയ്ക്കകത്തോണ്ട് കുറച്ചു നേരം ഉറങ്ങിയില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ എങ്ങനെ ഉറങ്ങിയത്? ആ ഇജ്ജറിഞ്ഞിട്ടിയാ? അപ്പൊ നിങ്ങൾ ഇന്നലെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ ഇന്ന് വ്യാഴാഴ്ച? അത് ഞാൻ അത് തിരുത്തിയല്ലോ. അപ്പൊ കുഞ്ഞാപ്പ പറഞ്ഞു ഇന്നലെ വ്യാഴാഴ്ച അല്ല, ഇന്നും ബുധനാഴ്ച. ഇന്നലെ വ്യാഴാണേ. മിഞ്ഞാന്നാ പറഞ്ഞ ഇന്ന് വ്യാഴാണ്. അപ്പൊ കുഞ്ഞാ പറഞ്ഞേ അല്ല ഇന്ന് ബുധനാണെന്ന് പറഞ്ഞേ. എന്താ പോയി വാടട്ടെ. ഉള്ളി നല്ല വാടിട്ടാ. അതാ ചതച്ചിട്ട് ഇട്ടെടുക്കുക. കറിവേപ്പില നല്ല മുളകട്ട, പച്ചമുളക് പോട്ടെ. ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല. പിന്നെന്താ? വെയ്യുള്ളി. അപ്പോൾ ഒരു തക്കാളി എടുത്തണം കേട്ടോ. പിന്നെ ഉള്ളി ഞാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ ഓവർ ഇട്ടിട്ട് എന്താ വെച്ചാൽ കറി എന്നാണ് ബാക്കിയാവണം. എത്ര കുറച്ചുണ്ടാക്കിയാലും ബാക്കിയാവും. അപ്പോൾ ഒരു തക്കാളി അരഞ്ഞ് തിന്നാളത്. കുട്ടിമോനൊക്കെ ഒരു കടിയേ തിന്നുള്ളൂ. ഉള്ളിഞ്ഞ് ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട പായ്ക്കിടാം. തക്കാളി തട്ടി എന്താ ഒരാളെ പറഞ്ഞടിക്കാം. ഉള്ളിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് തക്കാളി ഇട്ട് ഇനി എന്താ രീതിക്ക് 2 രൂപ പറഞ്ഞാട്ട് അറിയില്ല. എന്നാ കുറച്ച് പൊടികളൊക്കെ ഇടൂലേ?
അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കട്ടെ. ലേശം മഞ്ഞൾപ്പൊടി, ഒരു ലേശം മുളക് പൊടി ഇതൊക്കെ. പിന്നെ ഗരം മസാല പൊടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടേണ്ടി ലേശട്ടാ. അതല്ലെങ്കിൽ പെരിഞ്ചീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാണ്ടി അതും ടേസ്റ്റ് ഉണ്ടാവും. അത് രണ്ടും കഴിഞ്ഞാണെങ്കിൽ പൊടിച്ചിട്ട് വേണം. അപ്പോൾ അത് ഇട്ടിട്ടില്ല, അതിൻ്റെ കുറവുണ്ടാവും. ഇത് കേട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടാം. എന്താ വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ച മസാല ആയിക്കാണ്ട് കട്ടിയിൽ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ എന്താ പറയുക, തക്കാളി തടയാൻ പാടില്ല, ഉള്ളി തടയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഓരോന്ന്. പിന്നെ ആ വെള്ളം ഒഴിച്ചിട്ടാൽ മതിയല്ലോ. ചെറുപയർ ഇഷ്ടമാണ്, പക്ഷേ അതിൽ തക്കാളി ഒന്നും പാടില്ല. ഇങ്ങനെ മസാല ആയിക്കാണ്ടോ ഉപയോഗിക്കാം, കറി ആയിക്കാണ്ടോ ഉപയോഗിക്കട്ടെ. ചട്ടി എൻ്റെ അടുത്ത് വീണ് കറക്റ്റ് മൂടാൻ പറ്റണില്ല. റെഡി. ഇന്ന് ആ ചെറുപയറുമ്പൊക്കെ മസാല ഒന്ന് പിടിക്കാണ്ട് ചോട്ടാ. പാൽപ്പൊടി കട്ട പോമു കള്ളൻ, പാൽപ്പൊടി കള്ളൻ ഇതങ്ങനെ. ആരെങ്കിലും ചെറുപ്പത്തിൽ പാൽപ്പൊടി കട്ടലുണ്ടെങ്കിൽ കമന്റ് ചെയ്യോണ്ടി. ആരൊക്കെ കട്ടണ പൊന്നോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങളെ പാൽപ്പൊടി ചെറുപ്പത്തിൽ കട്ടുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാ. മല്ലിയിലിടാം. അപ്പം കറി കുറച്ച് ടൈറ്റായി കണ്ടോട്ടാ, ലൂസാക്കി കണ്ട് ഉണ്ടാക്കണം. തോന ഉണ്ടാക്കിയാൽ മക്കൾ അവിടെ ബാക്കിയാവും. കുറച്ച് മല്ലിയില, പുതിനൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് മല്ലിയിലുള്ളൂ, പുതിന കുറവല്ല ഇല്ല കഴിഞ്ഞാണ്. അപ്പം മൂടി വെച്ചാലോ പൊടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കണമൊക്കെ കണ്ടില്ലേ. ഗരം മസാല പൊടിച്ചിട്ട് വേണം, അതുകൊണ്ട് ഞാൻ അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും ഗരം മസാല ഇടലില്ല. പിന്നെ ഹൈഡ്രോളിക്ക് ഇട്ടാൽ ആ ഗരം മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ചായ കുടിക്കാനും മുത്തൊക്കെ നീച്ചിട്ട് എന്നിട്ട് വേണം. മോനും മുത്തും നീച്ച് എന്നിട്ട് ഇതൊക്കെ അടിപെടതാ എടുത്ത് വെച്ചാണ് മൂടാൻ കേട്ടോ, മൂടിയിട്ടില്ല. പിന്നെ എന്താ പറയുക, അപ്പം അത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട് പൊന്നെ ചൂട്? നിക്കാൻ വയ്യ, എവിടെ നിൽക്കാൻ, ഔത്തും പുറത്തും നിൽക്കാൻ വയ്യ. പിന്നെ സൂര്യാഘാതം എത്തിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് വളാഞ്ചേരി ഇവിടെ കുട്ടികൾക്ക് കേട്ടച്ചി. ഇതൊക്കെ ഉച്ചക്ക് വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. നമ്മുടെ അടുത്തൊരു മൂച്ചി ഉണ്ട്, അതിൻ്റെ ചോട്ട് പോവുക, മാങ്ങ പെറുക്കിക്കൊണ്ടിരും. ഇപ്പം പിന്നെ ഇടയ്ക്കിടക്കുള്ളൂ കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ പെറുക്കിക്കൊണ്ടിരും. പക്ഷെ സൈക്കിളാണ് മെയിൻ അല്ലേ, സൈക്കിൾ ഓട്ടാൻ പോവുക വെയിലത്ത്. ഇപ്പം ചീത്ത വരുമ്പോൾ നിൽക്കും, അതില്ല. ഇത് പൊന്നിൻ്റെ പല്ല് പോയിക്കണേ, കാണിച്ചെടുത്താ ഇതൊക്കെ പല്ല് പോയി. പല്ല് ഒന്ന് വന്ന് ഇതാ, ഒന്നിപ്പോൾ വരുന്നുണ്ട്. മിഞ്ഞാന്ന് പോയിട്ട് വരുന്നുണ്ട്. പിന്നെ മുമ്പത്തെ 2 പല്ല്, ആ താഴത്തെ പല്ല് കാണിച്ചെടുത്താ, താഴത്തെ 2 പല്ല് ആരെ പറിച്ച്? ഡോക്ടർ പറിച്ച്, നമുക്ക് പറിച്ചാൻ അറിയിട്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ഇടോണ്ടിട്ട് ഞങ്ങള് അല്ലേ, നല്ല കമന്റ് ഇടോണ്ടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.